പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF-ഉം LDF-ഉം ഉള്ളത്. ഡീൽ ആരോപണവും വയനാട് ദുരിതാശ്വാസ ഫണ്ടും സ്വർണ്ണക്കൊള്ളയുമൊക്കെയാണ് പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിക്കുന്നത്. താരപ്രചാരകരെയും മുന്നണികൾ കളത്തിലിറക്കുന്നു, കളം പിടിക്കാൻ നീക്കം നടത്തുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്ന് വിവിധ ജില്ലകളിൽ UDF-നായി പ്രചാരണത്തിനെത്തും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഇന്ന് സംസ്ഥാനത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമ്മടത്ത് റോഡ് ഷോ നടത്തും. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അർജുൻ, ഈസ്റ്റർ ആശംസകൾ. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂട് അത് അങ്ങേയറ്റമായി കഴിഞ്ഞു. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതിലേക്ക് അടുക്കുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ? വെരി ഗുഡ് മോർണിംഗ്. ഈസ്റ്റർ ആശംസകൾ. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിലുമുള്ളത്. LDF വലിയ രീതിയിൽ ഒരു തുടർഭരണത്തിനുള്ള സാധ്യത തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിലും പ്രചരണം കൊഴുപ്പിക്കുകയാണ്. അതേസമയം UDF LDF സർക്കാരിനെ ഏത് വിധേനയും താഴെ ഇറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചരണ തന്ത്രങ്ങൾ ഈ അവസാന ഘട്ടത്തിലും അത് സ്വർണ്ണക്കൊള്ളയും മറ്റ് വിഷയങ്ങളുമൊക്കെ തന്നെ ചർച്ചയാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. വലിയ ആവേശം ഈ അവസാന ഘട്ടത്തിലും നമുക്ക് പ്രകടമായി തന്നെ എല്ലായിടങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകരെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞു. എല്ലാ മുന്നണികൾക്ക് വേണ്ടിയും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെല്ലാം തന്നെ പ്രചരണത്തിന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി DK ശിവകുമാർ ഇന്നലെ രാത്രിയിൽ തന്നെ കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. മട്ടന്നൂരിൽ റോഡ് ഷോ ഇന്നലെ തന്നെ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ DK ശിവകുമാർ ഒരു റോഡ് ഷോ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വടകരയിലും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമൊക്കെ DK ശിവകുമാർ എത്തും. രേവന്ത് റെഡ്ഡിയും കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും രേവന്ത് റെഡ്ഡി ഈ റോഡ് ഷോ നടത്തിയതാണ്. അതുപോലെ തന്നെ ഇന്നും പല ഇടങ്ങളിലും റോഡ് ഷോയുമായി രേവന്ത് റെഡ്ഡിയുമുണ്ട്. ദേശീയ നേതാക്കളായിട്ടുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ കർണാടകയിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാണ്. CPIM-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്നലെയും ഇന്നും മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തുകയാണ്. നാളെ ഒരു വലിയ റോഡ് ഷോ ധർമ്മടം നിയോജക മണ്ഡലത്തിലാകെ തന്നെ പങ്കെടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിലാകെ സഞ്ചരിക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് ഷോയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റന്നാളോടുകൂടി കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ എത്തും. സ്വാഭാവികമായും ഒരു കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടും ആവേശവും ഒക്കെ എത്രത്തോളം വലുതായിരുന്നു എന്ന് പ്രകടമാകുന്നതായിരിക്കും. ആ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. എന്തായാലും BJP-യും സമാനമായ രീതിയിൽ ഇന്നലെയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് എത്തിയ. സ്വാഭാവികമായും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഒക്കെ BJP-ക്ക് വേണ്ടിയും കളത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് ഈ നിയമസഭാ പോരാട്ടം മാറുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ കുട്ടിക്കലാശത്തിന് ബാക്കിയുള്ളൂ എന്നും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആവേശവും ചൂടും പോരാട്ടത്തിന്റെ വീറും വാശിയും ഒക്കെ നമുക്ക് ഗ്രൗണ്ടിൽ പ്രകടമാണ്. അതാണ് മറ്റന്നാളാണ് കൊട്ടിക്കലാശം. എന്തായാലും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടികൾ. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.